Radio Library. Radio Library with RJ Radish. എല്ലാ തവണ നാട്ടിലേക്ക് പുറപ്പെടുമ്പോഴും മാസ്റ്ററെ വന്ന് കാണണമെന്ന് വിചാരിക്കും. ഓരോ കാരണങ്ങളാൽ നടക്കാറില്ല. ഇക്കുറി ഒന്ന് മൂകാംബി പോകണമെന്നുണ്ട്. ഒന്നും ഉറപ്പിച്ചിട്ടില്ല. വീട്ടിലെ അമ്മ ഇപ്പൊ തീരെ കിടപ്പില്ല. മാസ്റ്റർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. വിനീത ശിഷ്യ വിനോദിനി. 2001 പുറത്തിറങ്ങിയ തീർത്ഥാടനം എന്ന് പറഞ്ഞുള്ള മൂവിയിലെ ഡയലോഗാണ് നമ്മൾ കേട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റപ്പാലത്തുകാരനായ കരുണാകരൻ മാസ്റ്റർക്ക് പട്ടാമ്പി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് KS വിനോദിനി എന്ന വിദ്യാർത്ഥിനോട് ഇഷ്ടം തോന്നുകയാണ്. അവൾ വലിയ വീട്ടിലെ കുട്ടിയായതിനാൽ മാസ്റ്റർ മോഹം മനസ്സിൽ വെച്ച് നടന്നു. വിനോദിനിക്ക് തിരിച്ചും ഇഷ്ടമുണ്ടായിരുന്നു. പഠിപ്പ് കഴിഞ്ഞിട്ടും വിനീത ശിഷ്യയായി മാസ്റ്റർക്ക് ആശംസാ കാർഡുകൾ അയച്ച് ഓർമ്മ നിലനിർത്തി. 36 വർഷത്തിനു ശേഷം വിനോദിനി അയച്ച കത്തിലെ ഉള്ളടക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അവളെ കാണാനുള്ള സാധ്യത മനസ്സിൽ കണക്കുകൂട്ടി മാസ്റ്റർ മൂകാംബികയിലേക്ക് എത്തുകയാണ്. തീർത്ഥാടനം എന്ന സിനിമ കണ്ടവർക്ക് ഈ കഥ അറിയായിരിക്കും. MT എഴുതിയ കഥാസമാഹാരം വാനപ്രസ്ഥം എന്ന ചെറുകഥയാണ് ഈ തീർത്ഥാടനം എന്ന സിനിമയായിട്ടുള്ളത്. ഇങ്ങനെ വാനപ്രസ്ഥമടക്കം 4 കഥകളടങ്ങിയ കഥാസമാഹാരമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് MT കഥാകാലത്തിൽ. MT കഥാകാലം. MT വാസുദേവൻ നായരുടെ എഴുത്തുകളുമായി റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ ഇനി അക്ഷരമാസം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ RJ രതീഷ്. എൻ്റെ കൂടെ ഉള്ളത് ഒമർ ബിൻ അബ്ദുൽ അസീസാണ്. നമസ്കാരം. താങ്ക് യു രതീഷ്. ഒരുപാട് സന്തോഷം വീണ്ടും റേഡിയോ മലയാളത്തിലേക്ക് വരാൻ സാധിച്ചതിൽ. MTയുടെ പുസ്തകങ്ങളുമായിട്ട് ഒരു മാസക്കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അത് എനിക്ക് രതീഷിൻ്റെ അടുത്തൊരു വളരെ പേഴ്സണൽ ആയിട്ടൊരു താങ്ക്സ് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് MTയെ ആദരിക്കാൻ ഒരു മാസം തന്നെ നിങ്ങൾ മാറ്റിവെച്ചതിൽ എൻ്റെ ഒരു സന്തോഷം അതിൽ പറയാനുണ്ട്. അതായത് ഞങ്ങൾക്കൊരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ട്. ഞങ്ങളൊരു ആർട്സ് ക്ലബ് എന്നുള്ള പേരിടാനൊന്നും ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടിയില്ല. വളരെ സിമ്പിളായി ആർട്സ് ക്ലബ്ബ് എന്നൊക്കെ പേര്. ബേസിക്കലി ഞങ്ങൾ ഏറ്റവും വളരെ പ്രിയപ്പെട്ട, വളരെ പ്രിയം നിറഞ്ഞ കുറച്ച് പേര് ഒന്നിച്ചിരുന്ന് പുസ്തകങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ രതീഷ് തുടങ്ങി വെച്ച ഈ ഒരു ഇനീഷ്യേറ്റീവ് കാരണമായിട്ട് MT മാസം, അക്ഷരമാസം എന്ന് പറഞ്ഞിട്ട് MT ആദരിക്കുന്ന പരിപാടി കണ്ടപ്പോഴാണ് ഞങ്ങൾക്കും ഒരു ആശയം തോന്നിയത്, ഇങ്ങനെ MTയെ ഒന്ന് വായിച്ചാലോ, എല്ലാവരും ചേർന്ന് MTയെ വായിക്കുന്ന ഒരു പരിപാടി. അങ്ങനെ പുതുതായിട്ട് MTയെ ആദ്യമായിട്ട് വായിക്കുന്ന ആളുകൾ പോലും ക്ലബിലുണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ രതീഷിന്റെ പരിപാടി കാരണം ഞങ്ങളുടെ ക്ലബിലുള്ള ഒരുപാട് പേര് MTയെ വായിച്ചു തുടങ്ങി, പരിചയപ്പെട്ടു, MTയെ ആസ്വദിച്ചു തുടങ്ങി എന്നുള്ള വലിയ സംഗതിയാണ്. അപ്പം അത് ഈ പരിപാടിക്ക് ആദ്യമായിട്ട് രതീഷിന്റെ അടുത്ത് താങ്ക്സ് പറയണം. താങ്ക് യു സോ മച്ച്. സെക്കൻഡ് ടൈം ആണ് ഉമർ നമ്മളോട് വരുന്നത്. അന്ന് സുഭാഷ് ചന്ദ്രന്റെ കഥകളുമായിട്ടാണ് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് പേര് വിളിച്ചിരുന്നു എന്ന് കേട്ടു. അത് ഏറ്റവും വലിയ സന്തോഷം അത് സുഭാഷ് ചന്ദ്രൻ കേട്ടു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മള് അദ്ദേഹത്തിന്റെ കഥാസമാഹാരമാണ് ചെയ്തിരുന്നത്, അദ്ദേഹത്തിന്റെ 27 കഥകളുടെ സമാഹാരം. അത് സുഭാഷ് ചന്ദ്രൻ കേട്ടു, അദ്ദേഹം അത് സ്റ്റേറ്റസ് ആക്കി ഇട്ടു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വായനക്കാരുടെ അത് കേട്ടിട്ടുള്ള ഫീഡ്ബാക്ക് അദ്ദേഹം ഞാനുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷം ഉണ്ടാക്കിയ സംഗതിയായിരുന്നു. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അതിലൂടെ ഞാൻ അത് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വയനാടേക്കുള്ള വീട്ടിലേക്ക് പലതവണ സുഭാഷ് ചന്ദ്രന്റെ വീട്ടിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച് നമ്മൾ പിൻവലിഞ്ഞ കഥയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരൊറ്റ എപ്പിസോഡ് കാരണമായിട്ട് സുഭാഷ് ചന്ദ്രന്റെ വീട്ടിൽ പോവുകയും ഞാനും എന്റെ ഫാദർ ഇൻ ലോയും എന്റെ ബ്രദറും കൂട്ടിയിട്ടാണ് പോയത്. ഫാദർ ഇൻ ലോ വലിയ ഫാനാണ്. ഞാൻ പറയുന്നത്, നമ്മളൊരു 70 വയസ്സുള്ള അദ്ദേഹവും 30 വയസ്സുള്ള ഞാനും സുഭാഷ് ചന്ദ്രന്റെ പുസ്തകങ്ങൾ വായിക്കുന്നു എന്ന് പറയുന്നത്, ഒരേ കാലഘട്ടത്തിൽ വായിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും ഏകദേശം 2-2.5 മണിക്കൂർ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. ഫാദർ ഇൻ ലോയെ വലിയ ആദരവോടുകൂടെ സുഭാഷ് ചന്ദ്രനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഏറ്റവും വലിയ താങ്ക്സ് രതീഷിന്റെ അടുത്ത്. ആ ഒരു എപ്പിസോഡ് കാരണം മാത്രം സംഭവിച്ചൊരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ MTയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും സുഭാഷ് ചന്ദ്രനും MTയും ആയിട്ടുള്ള ബന്ധം കൂടി നമ്മൾ പറയണം അല്ലേ? നമ്മൾ അതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. MT ഇരുന്ന കസാരയിലാണ് ഇന്ന് സുഭാഷ് ചന്ദ്രൻ ഇരിക്കുന്നത്. മാതൃഭൂമി വീക്ക്ലിയുടെ എഡിറ്റർ എന്നുള്ള കസാരയിൽ MT കണ്ടെത്തിയ എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ നമ്മൾ പറഞ്ഞിരുന്നു. വളരെ സന്തോഷം ഒമർ ഇത് കേൾക്കാൻ കഴിഞ്ഞതില്ലേ. MTയുടെ വാനപ്രസ്ഥം എന്ന കഥാസമാഹാരമാണ് നമ്മൾ ഇന്ന് കൂടുതൽ അടുത്തറിയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ 4 കഥകളുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം ഇറങ്ങിയ വർഷമാണ് ഒമർ ജനിച്ചത്. അതെ, ഈ പുസ്തകത്തിന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 93 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് വാനപ്രസ്ഥത്തിനാണ്. ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്നത് കേരളത്തിലെ ലിറ്ററേച്ചർ
വെച്ചുള്ള ഏറ്റവും വൺ ഓഫ് ദ പ്രോമിനന്റ് അവാർഡ്സിലൊന്നാണ്. അപ്പോൾ ആ അവാർഡ് ഈ പുസ്തകത്തിനുണ്ട് 93. അപ്പോൾ ഞാനും രതീഷും ഇങ്ങനെ ഷോക്ക് മുന്നേ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു എൻ്റെ പ്രായമാണ് ഈ പുസ്തകത്തിന് അത്രത്തോളം പഴക്കം, അതിനേക്കാളൊക്കെ 67 മറ്റോ MT എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്രയും പ്രായമുള്ള പുസ്തകമാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ തലമുറയിലുള്ളവർക്കും വായിക്കപ്പെടേണ്ട പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് MT എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, MT എഴുതുന്ന ഭാഷ അല്ലെങ്കിൽ MT എഴുതുന്ന കഥകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ പ്ലോട്ടുകളായിരിക്കും. അതായത് മനുഷ്യർ അവരുടെ മനസ്സിനകത്ത് പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കുറേ നാളായി താലോലിച്ച ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വപ്നം, സന്തോഷം, പ്രണയം, സ്നേഹം, രഹസ്യം, ഇതൊക്കെ ആയിരിക്കും MT അദ്ദേഹത്തിന്റെ കഥകളിൽ ഏറ്റവും ലളിതമായി വളരെ ഈസി ആയിട്ട് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് തലമുറയിലെയും ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ MTക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാനപ്രസ്ഥം എന്ന കഥാസമാഹാരത്തിൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് വാനപ്രസ്ഥത്തെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ മൂകാംബിക അദ്ദേഹം ആ യാത്രയിലാണ് എഴുതിയതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു നഷ്ടപ്രണയത്തിന്റെ അല്ലെങ്കിൽ ഒരു വിരഹത്തിന്റെ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത സ്നേഹത്തിന്റെ ഒക്കെ കഥയാണ്. MTയുടെ ഏറ്റവും പ്രശസ്തമായ കഥകൾ എടുത്താൽ മഞ്ഞ് പോലുള്ള കഥകളൊക്കെ എടുത്താൽ നമുക്ക് ആ വാനപ്രസ്ഥം ആ പട്ടികയിൽ വരുന്നതാണ്. ഇത് മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു നഷ്ടപ്രണയത്തിന്റെ കഥയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതായത് ഒരു 61 വയസ്സുള്ള കരുണാകരൻ മാസ്റ്ററും ഒരു 54 വയസ്സുള്ള വിനോദിനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും തമ്മിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണ് കഥ. വിനോദിനി മൂകാംബികയിൽ സ്ഥിരമായി വരാറുണ്ട്. അപ്പോൾ ഇത്തവണ വരുമ്പോൾ മാസ്റ്ററിന് കത്തെഴുതുകയാണ്, ഞാനിങ്ങനെ വരുന്നുണ്ട്, താങ്കൾക്ക് വരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അത് വളരെ ആവേശത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് മൂകാംബികയിലേക്ക് വരികയാണ്. ആ കഥ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, വന്നിട്ടുണ്ടാവില്ലായിരിക്കും എന്നുള്ള മട്ടിലാണ്. അത് MT ഉപയോഗിച്ച വാക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും വന്നിട്ടുണ്ടാവില്ലായിരിക്കും. മാഷിങ്ങനെ കുറെ അന്വേഷിച്ച് വിനോദിനിയെ കാണാതിരുന്നപ്പോൾ, അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തിലൊന്നും എവിടെയും കാണാതിരുന്നപ്പോൾ മാഷിന്റെ ഗദ്ഗതമാണ് വന്നിട്ടില്ലായിരിക്കും എന്നുള്ളൊരു ആ പ്രയോഗത്തിലാണ് കഥ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ബേസിക്കലി അതിന്റെ ഒരു പ്രിമൈസ് ഇതാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറയാൻ മറന്നു വെച്ച പ്രണയം അല്ലെങ്കിൽ പറയാൻ സാധിക്കാതിരുന്ന ഒരു പ്രണയത്തെ 61 വയസ്സിലും 54 വയസ്സിലും കുട്ടികളൊക്കെ ആയി വൃദ്ധരായതിനു ശേഷം അവർ വീണ്ടും പറയാതെ പറയുന്നതിന്റെ ഒരു രസം, ഒരു മനോഹാരിത, അതാണ് ഈ കഥയുടെ ഒരു പ്രിമൈസ്, ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു MT എല്ലാ മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ രഹസ്യം ഇതാണ്. ഒരുപാട് പേർക്ക് ഈ പറയുന്ന നഷ്ടപ്രണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയാൻ മടിച്ചിരുന്ന പ്രണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരും അറിയാതെ ഉള്ളിൽ സൂക്ഷിച്ച പ്രണയം എന്നൊക്കെ പറയുന്നത് ഏതൊരു മനുഷ്യനും സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഇമോഷനാണ്. ആ ഇമോഷനെയാണ് MT വളരെ ലളിതമായി പറഞ്ഞു വെക്കുന്നത്. MT ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതുന്നത്. നമ്മൾ MT ആദ്യമായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഭാഷയുടെ കസർത്തുകളൊന്നും MT കാണിക്കുന്നില്ല. നേരത്തെ ശ്രീനാഥേട്ടൻ വന്ന എപ്പിസോഡിൽ ആദ്യത്തെ MT പുസ്തകങ്ങളെ കുറിച്ച് അക്ഷരമാസത്തിലെ ആദ്യത്തെ എപ്പിസോഡിൽ എങ്ങനെ എഴുതണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ശ്രീനാഥേട്ടൻ പറഞ്ഞിരുന്നു. അതായത് MT എഴുത്തുകാരോട് നിർദ്ദേശിക്കുന്ന രീതി, നിങ്ങൾ സംഭാഷണങ്ങൾ എഴുതുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം എന്നാണ്. എന്നിട്ട് നിങ്ങൾക്കത് സ്വാഭാവികമായി തോന്നുകയാണെങ്കിൽ നിങ്ങളത് എഴുതുക എന്നുള്ളതാണ്. അത് തന്നെയാണ് MTയുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് തോന്നുക, കഥ വായിച്ചാലും തോന്നുക. അതായത് സാധാരണ സംസാരിക്കുന്ന രീതിയിൽ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു, അസ്വാഭാവികതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരുമായിട്ട് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. അതായത് ഏതൊരു മനുഷ്യനും ചിലപ്പം വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമായിരിക്കും. അദ്ദേഹത്തിൻ്റെ നഷ്ടപ്രണയത്തെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടാൽ എന്തായിരിക്കും അദ്ദേഹം സംസാരിക്കുക എന്ന് അവർ വിഷ്വലൈസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യത്തെയാണ് MT വാനപ്രസ്ഥത്തിൽ സംഭാഷണങ്ങളിലൂടെ മനോഹരമായി എഴുതി വെച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ നമുക്ക് കുടജാദ്രിയിലൊക്കെ ഒരു യാത്ര ഒക്കെ പോയിട്ട് വരാം. കഥ വായിക്കുന്ന സമയത്ത് ഭയങ്കര സെറ്റിംഗ് ആണ് MT ചെയ്തു വെച്ചിരിക്കുന്നത്. മഞ്ഞും അതിൻ്റെ പ്രകൃതിയും മനോഹാരിതയും ഒക്കെ ആ കഥയ്ക്ക് പൊടിപ്പും ഒരു സുഖവും സൗന്ദര്യമൊക്കെ നൽകുന്നുണ്ട്. ഇതിൽ വാനപ്രസ്ഥത്തിനൊപ്പം തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, സുഹൃതം, പെരുമഴയുടെ പിറ്റേന്ന്, മൊത്തത്തിൽ 4 കഥകളടങ്ങിയ കഥാസമാഹാരമാണ് ഈ പുസ്തകം. വളരെ എളുപ്പത്തിൽ വായിച്ചു തീർത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ, 100 പേജ് തികച്ചില്ലാത്തൊരു ചെറിയ പുസ്തകമാണ്. ഒരു 96 പേജൊക്കെ ഉള്ളൂ. അതിലെ ഏറ്റവും വലിയ കഥ എന്ന് പറഞ്ഞാൽ വാനപ്രസ്ഥമാണ്. 1048 പേജ് അത് തന്നെ വാനപ്രസ്ഥത്തിനുണ്ട്. പിന്നെ ചിത്രങ്ങളുണ്ട്. അപ്പം അത് കഴിച്ചാൽ പിന്നെ മറ്റു 3 കഥകൾ വളരെ ചെറിയ കഥകളാണ്, പക്ഷെ നല്ല രസമുള്ള കഥകളാണ്. അതിൽ രണ്ടാമത്തെ കഥ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്ന കഥയാണ്. അത് 1998 അതൊരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അത് എന്ന് സ്വന്തം ജാനകി കുട്ടി എന്ന് പറയുന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത ജോമോൾ നായികയായിട്ട് അഭിനയിച്ച ഒരു സിനിമയായിട്ട് അത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വർഷത്തെ നാഷണൽ അവാർഡ് ജോമോളിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടുന്നത് ആ ചിത്രത്തിനാണ്. കഥ എഴുതിയിരിക്കുന്നത് MT തന്നെയാണ്. അങ്ങനെ സുപരിചിതമായിരിക്കും മലയാളികൾക്ക് ആ കഥ. നല്ല രസമുള്ള ഒരു കഥയാണ്. അതായത് ഒരു ചെറിയ കുട്ടി, ഒരു
ഒരു ജാനകിക്കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടിയുടെ പലവിധ ഏകാന്തതകൾക്കിടയിൽ 2 യക്ഷികളുമായിട്ട് കൂട്ടുകൂടുന്നതാണ് കഥ. അപ്പോൾ യക്ഷികളുടെ പേര് നീലി എന്നും കുഞ്ഞാത്തലും എന്നാണ് 2 പേര്, കുഞ്ഞാത്തലും നീലിയും. അപ്പൊ ഈ 2 പിന്നെ യക്ഷികളുമായിട്ട് ഈ കുഞ്ഞ് കൂട്ടുകൂടുകയും മനുഷ്യരുമായിട്ട് ഈ യക്ഷികളെ താരതമ്യം ചെയ്തിട്ട് യക്ഷികൾ എന്ത് നല്ല മനുഷ്യരാണെന്ന് ചിന്തിക്കുന്നതുമാണ് ജാനകിക്കുട്ടിയുടെ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പൊ സിനിമകളിൽ എക്സാക്ട്ലി ഇന്നിപ്പോ നമ്മൾ ഡെലൂലു എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ അന്നത്തെ ഒരു MTയുടെ ഒരു ഡെലൂലു വേർഷൻ ആയിരിക്കണം അതെന്ന് തോന്നുന്നു. അപ്പൊ ബേസിക്കലി മനുഷ്യരെക്കാളും സാന്ത്വനം യക്ഷികൾ തരുന്നുണ്ടല്ലോ എന്ന് ജാനകിക്കുട്ടി കണ്ടെത്തുന്ന ഒരു കഥയാണ്. അതില് 1-2 പോർഷൻസ് അതില് ജാനകിക്കുട്ടി പറയുന്നുണ്ട്. അതായത് ഈ നീലി ഒരു വാക്ക് പറയുകയും നാളെ വരുമ്പോ ജാനകിക്കുട്ടി ജയിച്ചോളൂ കളിക്കാൻ, അപ്പൊ ഇത്തവണ നീലി ജയിച്ചു, നാളെ വരുമ്പോ ജാനകിക്കുട്ടി ജയിച്ചോളൂ എന്ന് നീലി പറയാണ്. അപ്പൊ പിറ്റേ ദിവസം വന്നപ്പോ ജാനകിക്കുട്ടി ജയിച്ചു. അപ്പൊ അതിനെ ജാനകിക്കുട്ടി ഒബ്സർവ് ചെയ്യുന്നത് പറഞ്ഞ വാക്കിന് വിലയുള്ള യക്ഷിയാണല്ലോ, എന്റെ ചേട്ടത്തിയാണെങ്കിൽ ഇതുപോലൊരു പറച്ചിലും പറഞ്ഞ് അവരൊരു പോക്കങ്ങോട്ട് പോകും എന്ന് പറയണം. അപ്പോൾ മനുഷ്യരുടെ ബലഹീനതകളെ ജാനകിക്കുട്ടി എന്ന് പറയുന്ന ഈ ചെറിയ കുട്ടി വീക്ഷിക്കുകയും അവരെക്കാൾ എത്രയോ നല്ല മനുഷ്യരാണല്ലോ ഈ യക്ഷികൾ എന്ന തരത്തിൽ ഒബ്സർവ് ചെയ്യുന്നതുമാണ് കഥയുടെ പ്രൊമൈസ് എന്ന് പറയുന്നത്. കുറച്ച് ഇമോഷണൽ ആണ് അതിന്റെ എൻഡിങ്. ഞാൻ ആദ്യം ഇത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അങ്ങോട്ട് കണക്ട് ആയില്ല. കണക്ഷൻ എന്നല്ല, കഥ രസമുണ്ട്, പക്ഷെ ഒരു ഭയങ്കര ഇമോഷണൽ കണക്ട് എന്നൊന്നും പറയാൻ നമുക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പൊ ഞാൻ ഈ കഥയെക്കുറിച്ച് വായനക്കാർ പൊതുവെ എന്താണ് കരുതുന്നത് എന്നറിയാൻ ഇപ്പൊ ഗുഡ് റീഡ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഗുഡ് റീഡ്സിലാണ് നമ്മൾ സാധാരണഗതിയിൽ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഡയറിയിൽ ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഒരു വർഷം എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പൊ അതിൽ ഞാൻ വാനപ്രസ്ഥത്തിന്റെ പേജിൽ പോയി നോക്കുമ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് വായനക്കാർക്ക് അവരുടെ ചെറുപ്പത്തിൽ അവര് യക്ഷികളോട് സംസാരിക്കുന്നതായിട്ടൊക്കെ ഇമാജിൻ ചെയ്തതും അങ്ങനെ ആലോചിച്ചതും അങ്ങനെ സ്വപ്നം കണ്ടതും അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ വീട്ടിന്റെ വളപ്പുകളിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ പരിചയമില്ലാത്ത അമാനുഷികമായിട്ടുള്ള മനുഷ്യർ എന്ന് പറയാം, എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ അറിയില്ല, എന്നാലും അമാനുഷികരായിട്ടുള്ള പിന്നെ എക്സിസ്റ്റൻസുമായിട്ട് സംവദിക്കുന്നതും കൂട്ടുകൂടുന്നതൊക്കെ സ്വപ്നം കാണാറുണ്ടായിരുന്നു, അങ്ങനെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചില വായനക്കാർ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. അപ്പൊ അതായത് MT അങ്ങനെയുള്ള ആലോചനകളൊക്കെ കഥകളാക്കുകയാണ്. ആ കഥകളൊക്കെ ഇത്രമാത്രം കണക്ട് ആവുന്നത് മനുഷ്യർ എന്തെങ്കിലും വിധത്തിൽ സാധാരണക്കാരായ മനുഷ്യർ എന്തെങ്കിലും വിധത്തിൽ ആലോചിച്ചു വെച്ച, സ്വപ്നം കണ്ടുവെച്ച, ആഗ്രഹിച്ചു വെച്ച തീമുകളാണ് അദ്ദേഹം വളരെ ലളിതമായ ഭാഷയിൽ നല്ല മനോഹര കഥകളായിട്ട് എഴുതി വെക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. രതീഷ്, ഇത് വാനപ്രസ്ഥം നമ്മൾ പറഞ്ഞു, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ പറഞ്ഞു. ഇതിനെ കൂടാതെ 2 കഥകളാണുള്ളത്. ഒന്ന് സുഹൃതം, പിന്നെ അതുപോലെ പെരുമഴയുടെ പിറ്റേന്ന് എന്നുള്ളത്. സുഹൃതം നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ 1994 മമ്മൂക്കയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ട് സുഹൃതം. അതല്ല ഇത്, അതും MT എഴുതിയത് തന്നെയാണ്. അതുകൊണ്ട് ചില ആളുകൾ കൺഫ്യൂഷൻ ആണ്, ഈ കഥയാണോ അല്ല, ഇത് വേറൊരു കഥയാണ്. ഇത് അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞൊരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം അപഹരിക്കപ്പെടുന്നതും ഒരു അന്ധകാരത്തുനിന്ന് ആ ഗ്രാമത്തിന് പുറത്തു കിടക്കാൻ പറ്റാത്തതും ഒക്കെയാണ് ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സുഹൃത്തും സിനിമയാണ് ഇത് എന്നല്ല, അതല്ല. സുഹൃതവും പിന്നെ പെരുമഴയുടെ പിറ്റേന്നുമാണ് മറ്റൊരു കഥയായിട്ട്. അങ്ങനെ 4 കഥകളാണ് ഇതിലുള്ളത്. പെരുമഴയുടെ പിറ്റേന്നാണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ എന്ന് പറയുന്നത്. പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്നത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ്. മകൻ വിദേശത്തു നിന്ന് വരുന്നതും കാത്തു വെക്കുന്ന ഒരു അച്ഛന്റെ കഥയാണ്. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. കാർട്ടൂണിസ്റ്റാണ് അച്ഛൻ. ഫ്രാൻസിലൊക്കെ പാരീസിൽ എത്തിപ്പെടാൻ ആഗ്രഹിച്ച് എന്നാൽ ബോംബെയിൽ തളയ്ക്കപ്പെട്ട ഒരു കാർട്ടൂണിസ്റ്റാണ് അച്ഛൻ. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. തന്റെ മകൻ പിറ്റേ ദിവസം വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഇന്നത്തെ പെരുമഴയെക്കുറിച്ച് പിടിക്കുന്ന ഒരു അച്ഛനാണ്. ഇന്നത്തെ പെരുമഴയിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യോ, അത് അപകടം സംഭവിക്കുമോ എന്നൊക്കെ വേവലാതി കൊണ്ട് അങ്ങനെ മകന് വേണ്ടി ഫ്ലാറ്റ് വൃത്തിയാക്കി വെച്ച്, അപ്പം സ്വന്തമായിട്ട് നല്ല പ്രായമുള്ള അച്ഛനാണ്, സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അയൽവാസികളൊക്കെ അച്ഛനെ സഹായിച്ച് ബെഡ്ഷീറ്റ് മാറ്റുന്നതും അതുപോലെ ഫ്ലാറ്റ് വൃത്തിയാക്കുന്നതിലും ഭക്ഷണം തയ്യാറാക്കുന്നതിലും എല്ലാതും ഈ ഒരു മകൻ വരുന്നത് കൊണ്ട് മാത്രം അത്രയും ആവേശത്തോടുകൂടെ കാത്തു നിൽക്കുന്ന ഒരു വൃദ്ധനായ ഒരു അച്ഛന്റെ കഥയായിട്ടാണ് അത് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് ആ മകൻ വന്നതിന് ശേഷം അച്ഛനുമായിട്ടുള്ള അകലമാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആ മകൻ വിദേശത്ത് പോയതിനു ശേഷം പിന്നീട് തിരിച്ചു വരുമ്പോൾ അച്ഛൻ പ്രതീക്ഷിക്കുന്ന അത്ര അടുപ്പം മകന്റെ അടുത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മകൻ കാണിക്കുന്നില്ല എന്ന് കാണുമ്പോഴുള്ള നിരാശയും ആ അച്ഛന്റെ വേവലാതിയും
അച്ഛൻ്റെ സങ്കടവും ദുഃഖവും ഒക്കെയാണ് അതിൽ ആ കഥയിൽ പ്രതിഫലിക്കുന്നത്. മകൻ വരുമ്പോൾ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ചേർത്താണ് വരുന്നത്, ബെല്ല എന്ന് പറയുന്നത്. അപ്പോൾ ബെല്ല കാണിക്കുന്ന ഒരു സ്നേഹം പോലും ആദരവ് പോലും മകൻ കാണിക്കാത്തത് ശ്രദ്ധിക്കുമ്പോൾ ആ അച്ഛനുണ്ടാവുന്ന ഒരു വലിയ പ്രയാസം. അപ്പോൾ കഥ തുടങ്ങുന്നത് ഒരു പെരുമഴ വെച്ചിട്ടാണ്. ആ പെരുമഴ മകനെ അപഹരിക്കുമോ, മകനെ അപകടപ്പെടുത്തുമോ എന്ന് ചിന്തിച്ച് വേവലാതിപ്പെടുന്ന അച്ഛൻ ആ കഥയുടെ അവസാനത്തിലേക്ക് മകനെ തിരിച്ച് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും പെരുമഴയാണ്. എന്നാൽ ഈ സമയം മകനെ കുറിച്ച് ഓർത്തുള്ള ദുഃഖമാണ് അച്ഛൻ്റെ മനസ്സിൽ നിറയുന്നത്. ആ മഴയെ അങ്ങനെയാണ് MT സിംബോളിഫൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി തോന്നിയ കഥയാണിത്. സത്യം പറഞ്ഞ രതീഷ്, ഞാൻ ഒരു പീസ് ഓഫ് ആർട്ട് മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ കുറേ നാളെ എൻ്റെ വാപ്പാനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഈ കഥ വായിച്ചതിൻ്റെ പിറ്റേന്നാണ് ഞാൻ വാപ്പാനെ നേരിട്ട് വിളിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ റേഡിയോയിലൂടെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വാപ്പ എന്നെ നീ വിളിക്കാത്തതോ ശരി, നാട്ടുകാരും കൂടെ അറിയിക്കണോ എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഞാനൊരു കഥ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, ഒരു സാഹിത്യം നമ്മളെങ്ങനെ ബാധിക്കുന്നു എന്നനുസരിച്ച്. അപ്പം നമ്മൾ സാധാരണ അതിൽ ഗ്രൂപ്പ് കോളൊക്കെ ചെയ്യുന്നല്ലാതെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വ്യക്തിപരമായ സംഭാഷണങ്ങൾ വാപ്പയുമായിട്ടൊക്കെ നമുക്ക് നടത്താൻ സാധിക്കാറില്ല. ഈ കഥ വായിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വാപ്പാനെ വിളിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അപ്പം ഞാൻ ഇവിടുന്ന് ഖത്തറിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ലീവിന് വരുന്ന സമയത്ത് വാപ്പ എത്ര ആവേശത്തോടെ ആയിരിക്കും എന്നെ കാത്തു വെക്കുന്നുണ്ടാവുക എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക. നമ്മളൊന്നും അത് അങ്ങനെ ഒരു സ്പേസ് നമ്മളെ തലയിൽ കിട്ടാറില്ല അങ്ങനെ ഒന്ന് ആലോചിക്കാൻ. ആർട്ട് നമ്മളോട് ചെയ്യുന്ന അത്ഭുതങ്ങളിലൊന്നാണിത്. അതായത് മനുഷ്യൻ്റെ ഇമോഷൻസിനെ ഭയങ്കര പ്രൊഫൗണ്ട് ആക്കിപ്പിക്കും, ഭയങ്കര ആഴത്തിലാക്കും, മനുഷ്യൻ്റെ മനസ്സിനെ ഉള്ളാലെ തൊടും. സാഹിത്യം, കല എന്ന് പറയുന്ന, ആർട്ട് എന്ന് പറയുന്ന സാധനം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് ഈ കഥ ഭയങ്കരമായിട്ട് ഒരു ടച്ച് ചെയ്ത ഒരു കഥയാണ്. ഈ കഥാസമാഹാരത്തിലെ ഏറ്റവും ഫേവറേറ്റ് കഥ ഏതാണ്, ഏറ്റവും പ്രിയങ്കരമായ കഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരുമഴയുടെ പിറ്റേന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒമർ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് ജനിച്ച ഒരാൾ കൂടിയാണ് ഒമർ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, പ്രവാസ ലോകത്ത് ജനിച്ച ഒരാൾ കൂടി തന്നെയാണ്. പ്രവാസ ലോകത്ത് ജനിച്ച ഒരാൾ മലയാളം പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ ഒമർ തികച്ചും വ്യത്യസ്തമായിട്ടാണ്. ഇത്തരത്തിൽ പഴയ പുസ്തകങ്ങൾ വായിക്കുന്നു, MTയുടെ കഥകൾ തിരഞ്ഞെടുത്ത് വായിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ഈ കാലഘട്ടത്തിൽ MT എങ്ങനെയാണ് കാണുന്നത് ഒമർ? വാനപ്രസ്ഥം വായിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാദർ ലോ ആയിട്ട് ഇങ്ങനെ നാട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വൈഫ് ത്രൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ വാനപ്രസ്ഥമാണ് വായിക്കുന്നത് എന്നും വാനപ്രസ്ഥത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ വാനപ്രസ്ഥം വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം വളരെ പ്ലസന്റ് ആയിട്ടാണ്, അതൊക്കെ അന്നേ. അപ്പോൾ അദ്ദേഹം ഒരു 65 ഒക്കെ ഉള്ള സീനിയർ സിറ്റിസൺ ആണ്. അദ്ദേഹത്തിന്റെ റിമാർക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ തലമുറ ആ കൃതികളൊക്കെ അങ്ങേയറ്റം നന്നായി, നല്ല മനോഹരമായി കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗൃഹാതുരത്ത ഓർമ്മകളും പേറിയിട്ടാണ് അവരിപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രതീഷിൻ്റെ ചോദ്യം പ്രസക്തമാവുന്നത് അവിടെയാണ്. MTയെ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച സുഭാഷ് ചന്ദ്രനെ കുറിച്ചാണ്. സുഭാഷ് ചന്ദ്രൻ ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ്. അപ്പം എൻ്റെ തലമുറയിലെ വായനക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബെന്യാമീൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാർ എഴുത്തുകാരുണ്ടല്ലോ, ഉണ്ണിയാറ്, അതുപോലെ ഈ സന്തോഷ് കുമാർ പോലുള്ള, അവരൊക്കെ ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇപ്പം അടുത്തായിട്ട് എഴുത്ത് ആരംഭിച്ച ആളുകളെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ തലമുറയിലെ വായനക്കാർ കൂടുതലും വായിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഞാൻ വളരെ കൗതുകത്തോടുകൂടെ ആലോചിച്ചുള്ള സംഗതിയാണ് MTയെ പോലുള്ള ലെജൻഡ്, നമ്മൾ മലയാളത്തിൽ ഒരു ലെജൻഡ് തന്നെ വിളിക്കുന്ന MTയെ എൻ്റെ തലമുറയിലെ വായനക്കാർ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ആസ്വദിക്കുക എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ MTയെ വായിച്ചു തുടങ്ങിയത്. ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, MTയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും എൻ്റെ തലമുറയിലുള്ള വായനക്കാർ MTയെ മനസ്സിലാക്കണമെങ്കിൽ, MT എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. MT എഴുതിയിരുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന്. 70കളിലൊക്കെയാണ് MTയുടെ ഏറ്റവും നല്ല പുസ്തകങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു. അപ്പം ആ കാലത്ത് ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ അയാൾ അഭിസംബോധന ചെയ്യുന്ന ഓഡിയൻസിനെയും കൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരുപാട് വായനക്കാരും വളരെ കുറച്ച് എഴുത്തുകാരും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് MT എഴുതുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ അവരുടെ മനസ്സിനകത്ത് താലോലിച്ച് വെച്ചിരുന്ന, അല്ലെങ്കിൽ പുറത്തു പറയാൻ മടിച്ചിരുന്ന, ആരെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഇമോഷൻസിനെയാണ് MT അന്ന് ആദ്യമായി എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തിലെ 4 കഥകൾ എടുത്ത് പരിശോധിച്ചാൽ, വാനപ്രസ്ഥം നഷ്ടപ്രണയമാണ്, ജാനകിക്കുട്ടിയുടെ കഥ ഫാന്റസിയാണ്, യക്ഷികളോട് സംസാരിക്കുന്നതാണ്, സുഹൃതം വിശ്വാസങ്ങളെക്കുറിച്ചാണ്, പെരുമഴയുടെ പിറ്റേന്ന് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ്. 4 വ്യത്യസ്ത കഥകളാണ്. എന്നാൽ ഈ 4 വളരെ ബേസിക് പ്ലോട്ടാണ്, എല്ലാ മനുഷ്യരുമായി കണക്ട് ചെയ്യുന്നത്. അപ്പം അന്ന് MT ഇത് എഴുതുമ്പോൾ മലയാളികൾ മനസ്സിനകത്ത് താലോലിച്ചിരുന്ന ഇമോഷൻസിനെയാണ് MT കഥയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് അന്ന് MT ഒരു സൂപ്പർ സ്റ്റാർ ആവുകയാണ്. സ്വാഭാവികമാണത്. കാരണം സംഭാഷണങ്ങളിലൂടെ അവർ പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, അവർ മറ്റൊരാളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും അയാളിൽ നിന്ന് തിരിച്ചു
കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും സംഭാഷണ രൂപത്തിൽ MT എഴുതുകയാണ്. അത് മലയാളി വായനക്കാർ വായിക്കുകയാണ്. അപ്പൊ അവർക്കുണ്ടാവുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. അങ്ങനെയാണ് MT സൂപ്പർ സ്റ്റാർ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത്, ഇത് എന്റെ മാത്രം വിലയിരുത്തലാണ് കേട്ടോ, ഇത് വളരെ ഹമ്പിൾ ഒബ്സർവേഷൻ ആണ്, തെറ്റാം. പിന്നീട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ പ്ലോട്ടിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിരവധി പ്ലോട്ടുകൾ ഒരുപാട് എഴുത്തുകാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എഴുതി വന്നു. അപ്പൊ ഇന്ന് ആദ്യമായി MTയെ വായിക്കുന്ന ഒരു പുതുതലമുറകാരൻ അത് വായിക്കുന്ന സമയത്ത് ചിലപ്പോ, പറയാൻ പറ്റില്ല, ചിലപ്പോ വായിച്ചു കഴിഞ്ഞാൽ ഇതിലിപ്പോ എന്താ ഇത്ര കാര്യമായിട്ടുള്ളതെന്ന് തോന്നും. കാരണം ഇത് ഇപ്പോഴേക്ക് MTയെ വായിക്കുന്നതിന് മുൻപ് തന്നെ ആ വായനക്കാരൻ ഒരുപാട് കേട്ട് പല ലെയറുകളിലായി, പല വേർഷൻസായി, പല രൂപത്തിൽ, പല ചിത്രങ്ങളിൽ കേട്ട ഒരു കഥ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ബേസിക് പ്ലോട്ടായിരിക്കും നമ്മൾ MTയിൽ വായിക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ തലമുറയിലുള്ള ഒരു വായനക്കാരൻ ആദ്യമായി MTയെ വായിക്കുമ്പം അന്ന് വായിച്ചിരുന്ന ആളുകൾ ആസ്വദിച്ചിരുന്ന അത്ര പുതുമ, ഫ്രഷ്നെസ് MTയിൽ ചിലപ്പം അനുഭവിക്കാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നുന്നു. ഹാവിങ് സെഡ് ദാറ്റ്, അങ്ങനെ ഇരിക്കെ തന്നെ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞൊരു സംഗതിയുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യമായ വാക്കുകൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയരായ 10 എഴുത്തുകാരിൽ എടുത്താൽ പോലും ചിലപ്പം നമുക്ക് MTയെ എടുത്ത് കാണിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല MTയുടെ കഥകൾ വെച്ച് ഇന്ന് വിലയിരുത്തുമ്പോൾ. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ആശയത്തിലാണ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത്. അതായത് MT കാണിച്ചു കൊടുത്തൊരു ദിശയുണ്ട് മലയാളി എഴുത്തുകാർക്കും വായനക്കാർക്കും. ആ ദിശയിലെ തളച്ചുകൊണ്ടാണ് പിന്നീടുള്ള വായനക്കാരും എഴുത്തുകാരും ഒക്കെ വന്നത് എന്ന ഒരു അർത്ഥത്തിൽ അദ്ദേഹം പറയണ്ടായി. അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് MT എഴുതി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഒരു റെവല്യൂഷണറിയും ഫ്രഷും വളരെ പുതുമ നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് വായനക്കാരും എഴുത്തുകാരും തളർത്തു വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ് MT മലയാളത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ആണ് അദ്ദേഹം ലെജൻഡ് ആവുന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ആലോചിച്ചാണ് ഞാൻ വാനപ്രസ്ഥം വായിക്കുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആ ഓഡിയൻസിനെയും കൂടെ മനസ്സിൽ കണ്ട് ആ കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്തിട്ടാണ് ഞാൻ വാനപ്രസ്ഥം വായിക്കുന്നത്. ഈ പുസ്തകം, ഈ സമാഹാരം ഞാൻ വായിക്കുന്നത്. അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് വാനപ്രസ്ഥം ഇഷ്ടപ്പെട്ടു. അതിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുമഴയുടെ പിറ്റേന്ന് എൻ്റെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ഒമർ ബിൻ അബ്ദുൽ അസീസ് നമ്മുടെ കൂടെ എത്തി. പ്രത്യേകിച്ച് MTയുടെ ഒരുപാട് സ്നേഹിച്ചൊരു പുസ്തകം കൂടി തന്നെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഈ പറഞ്ഞ 4 കഥകളും വായിച്ച് അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി രതീഷ്. വീണ്ടും സംസാരിക്കാനായതിൽ ഒരുപാട് സന്തോഷം. വാനപ്രസ്ഥം, ചെറിയ ഭൂകമ്പങ്ങൾ, സുകൃതം, പെരുമഴയുടെ പിറ്റേന്ന്. ഇപ്പോൾ ഇന്ന് ഒമർ പറഞ്ഞ പോലെ തന്നെ MT മറ്റുള്ള എഴുത്തുകാർക്ക് ഒരു പ്രചോദനമാകുന്ന എഴുത്തുകൾ തന്നെയാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്കൊരു പ്ലോട്ട് കണ്ടെത്താനായിട്ട്, മറ്റൊരു കഥ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് MT എന്ന കഥാകാരന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. MTയുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നത് തീരുന്നില്ല, തുടരുകയാണ്. റേഡിയോ ലൈബ്രറിയിൽ അടുത്ത ആഴ്ച MT വാസുദേവൻ നായരുടെ മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. അതുവരെ ടാറ്റാ ബോബി പറയുകയാണ് രതീഷ്. കേട്ടോടിക്കൂ കത്താസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.